ടീം ജെറിയുടെ ആൺമക്കൾ, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ഓരോരുത്തരെ ഒന്ന് പേര് പറഞ്ഞ് ആദ്യം വെൽക്കം ചെയ്തേക്കട്ടെ. ഞാൻ ഡോക്ടർ സുരേഷ് പ്രേം, ഇതിലെ ജെറി ഞാനാണ്. ഓക്കെ. ഞാൻ ഐശ്വര്യ നമ്പ്യാർ, ഇതിലെ ജെറിയുടെ വൈഫ് ക്ലാരയാണ്. ഐ എം ജിജോ സെബാസ്റ്റ്യൻ, director of this movie, Jerry Anmagal. You feel proud, right? Yeah, ജിജോ സെബാസ്റ്റ്യൻ മൂവി 30 കൊല്ലമായിട്ട് സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് അതിന്റെ പിന്നിൽ നടന്ന ഒരാളാണെന്ന് നമ്മൾ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഫൈനലി യു മേഡ് ഇറ്റ് ഹാപ്പൻ. അതാണ് ആദ്യം ഇപ്പൊ എത്തിയിരിക്കുന്ന സ്റ്റേജ് അവിടെയാണ്. യു മേഡ് ഇറ്റ് ഹാപ്പൻ. ഹൗ ഡു യു ഫീൽ? ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ചൈൽഡ്ഹുഡ് അംബിഷൻ അച്ചീവ് ചെയ്തതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ആത്മാഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. ചൈൽഡ്ഹുഡ് അംബിഷൻ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കമൽ സാറിന്റെ കാക്കോത്തിക്കാവിൽ അപ്പൂപ്പൻ അറിയുന്ന സിനിമ കാണുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇത് എന്തോ കൊള്ളാവുന്നൊരു പരിപാടിയാണല്ലോ എന്നിങ്ങനെ, ഇത് കൊള്ളാവും, ഇത് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് ഒരു രസമുള്ള പരിപാടിയാണെന്ന് അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ മദർ മലയാള അധ്യാപികയായിരുന്നു. അപ്പം അവർ പതുക്കെ എന്നെ എഴുത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു റൈറ്റർ പോലെ ആയി. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ഞാൻ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനുശേഷം ഇങ്ങനെ എല്ലാ വർഷവും എഴുതിക്കൊണ്ടിരുന്നു. 3 ബുക്സ് ചെറുകഥാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് റീസെന്റ് വന്നത് കറണ്ട് ബുക്സിന്റെ ഒരു അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് എൻ്റെ ലാസ്റ്റ് ബുക്ക്. പിന്നെ അങ്ങനെ ആ സ്റ്റോറി ബിൽഡിങ് ആ ഒരു കപ്പാസിറ്റി തന്നെ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി തന്നെ ഇതിലേക്ക് നയിച്ചെന്ന് പറയാം. പേഴ്സണാലിറ്റി വൈസ് രണ്ടുപേരും അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ളവരാണ്. ഐശ്വര്യ ഒരു എൻജിനീയർ ആണ്, ഡാൻസറാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. സുരേഷ് പ്രേം ഒരു ഡോക്ടർ സുരേഷ് പ്രേമാണ്. അദ്ദേഹം ആക്ടിങ്ങിനെ പറ്റി റിസർച്ചുകൾ നടത്തി എംഫിലിന് ശേഷം ഇവിടെ PhD വരെ എത്തി. അതുപോലെ തന്നെ മിന്നാമിനുങ്ങ് എന്ന നമ്മുടെ സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയിൽ സുരഭിയുടെ ലീഡ്, അതെ, അതിലത്തെ ലീഡ് ക്യാരക്ടർ ആയിരുന്നു. അപ്പം തീരെ അങ്ങനെ വളരെ പുതിയ ബഡ്ഡിങ് ആക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പുള്ളി ആക്ടിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെ 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 അതെ. അത് ഒന്ന് പറയാമോ? അത് ആക്ച്വലി ഒരു സമയത്തായപ്പോഴേക്കും ആക്ടിങ് എന്ന് പറഞ്ഞ സാധനം വട്ട് പിടിച്ച് കയറിയിട്ടേ. അതെന്തൊരു വട്ടാണത്? ഇതില് അത് പറയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ആക്ടിങ്ങിന്റെ ഫിലോസഫിയിലേക്ക് പോകും. ഫിലോസഫി നമുക്ക് ഒരുപാട് ബോറടിപ്പിക്കില്ല. ഇല്ല, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ആക്ടർക്ക് മാത്രം, മറ്റ് കലാകാരന്മാരെല്ലാവരും കണ്ടെത്തുന്നത് മറ്റുള്ളവരാണ്. ഒരു സിംഗർ ഒരു കുഞ്ഞ് പ്രായത്തിൽ ഒരു കൊച്ചു പാടുകയാണ്. പാടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അടുത്തേക്കുന്ന അങ്കിളോ ആന്റിയോ അല്ലെങ്കിൽ ചേച്ചിയോ ആരെങ്കിലും പറയും, മോനോ മോളോ നന്നായി പാടുന്നുണ്ടല്ലോ, പാട്ട് പഠിപ്പിച്ചുവിടുകയും ചെയ്യും. വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ മറ്റുള്ളവരാണ് കണ്ടെത്തുന്നത്. പക്ഷെ ഈ ആക്ടർ ഹിംസെൽഫ് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ആക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനും അഭിനയിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ മകൻ നല്ല നടനാണ്, അവനൊന്ന് ശ്രദ്ധിച്ചോളെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ടറാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഇതിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പറയും, നിങ്ങളെ മോനെന്തോ പ്രശ്നമുണ്ട് കേട്ടാ. ഇപ്പോൾ കണ്ണാടി മുമ്പ് വെച്ച് അഭിനയിക്കുകയാണ്, അവന് വട്ടാണ് എന്ന് പറയും. മറിച്ച് നമ്മൾ ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവണം. നല്ല എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പിന്നെ റിവേഴ്സ് ആപ്ലിക്കേഷനാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, കുഞ്ഞിലെ പോലെ ഇവൻ ഭീകര അഭിനേതാവായിരുന്നു. ആ സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ മനസ്സിലാക്കാനും ഞാനൊരു ആക്ടറാണെന്നുള്ള കാര്യം എന്നെ പ്രൂവ് ചെയ്യാനും ഞാൻ ആക്ടിങ് എന്നുള്ള കോഴ്സിലേക്ക് കയറുന്നത്. അപ്പോൾ കയറിയപ്പോഴേക്കും ശരിക്കും അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ തിയറീസ് വായിച്ച് വന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ വെർട്ടിക്കൽ ലിമിറ്റ് ഏതാണെന്ന് നോക്കിയപ്പോൾ PhD ഫിനിഷ്ഡ്. അതായത് കുഞ്ഞിലെ മുതലുണ്ടായിരുന്ന സാധനം ആ ഒരു വാലിഡേഷന് വേണ്ടിയിട്ടാണ് അത്രയും അതിന്റെ പിന്നാലെ ഓടിയത്. ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ഒരു ആക്ടർ ഹിംസെൽഫ് പ്രൂവ് ഹിംസെൽഫ്, എന്നിട്ട് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. ഇപ്പോഴും ഞാൻ ആക്ടറാണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ ജെറിയുടെ ആൺമക്കൾ ഹിറ്റ് ആവണം. എൻ്റെ ജെറിയെ ജനം അക്സെപ്റ്റ് ചെയ്യണം. എന്ത് തോന്നുന്നു ഇത്രയും തിയററ്റിക്കലി ആക്ടിങ്ങിനെ വെച്ച് പഠിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പോയതിന്റെ ഗുണം? അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കല്ല, ബട്ട് ഡു യു ഫീൽ മോർ കോൺഫിഡൻറ്റ് വേറൊരാള് ഈ കഥാപാത്രം ചെയ്തിരുന്നതിനേക്കാളും മെച്ചമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതൊരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ക്യാരക്ടറിന്റെ ടെക്സ്റ്റ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഡയറക്ടർ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതെനിക്ക് ബെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡയറക്ടറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എൻ്റെ 100% കോൺഫിഡൻസ് ആണ്. ഡയറക്ടർ അടുത്ത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഞാൻ എൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറൊരാൾ അഭിനയിച്ചിരുന്നത് ഇതിന്റെ പെർസ്പെക്റ്റീവ് വേറെ ആവുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം റോ ആയിട്ട് ഞാൻ ചെറിയ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് തീരുമാനിക്കും ഇത് നന്നായി വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ജെറി എന്ന കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട്
നാട്ടിലേക്ക് തിരിച്ചു വരും. കുറച്ച് ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ രണ്ടാമത്തെ കുട്ടിയുടെ പിറവിക്കടുപ്പിച്ചായിരിക്കും ചിലപ്പം അയാൾ ഗൾഫിൽ പോയിട്ടുണ്ടാവുക. തിരിച്ചു വരുമ്പോൾ അതുവരെ മകൻ കണ്ടിട്ടില്ല, വീഡിയോ കോളിൽ മാത്രം കാണുന്ന അച്ഛനെയാണ് കാണുന്നത്. നേരിട്ട് വന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ. ആ പോർഷൻ മുതലാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മാനസികാവസ്ഥ, ഇയാൾ വീട്ടിൽ വരുന്ന സമയത്ത് പിള്ളേർ ഒരു സ്ട്രേഞ്ചറെ പോലെയാണ് കാണുന്നത്. വൈഫിൻ്റെ അടുത്ത് നിന്നൊരു ഡിറ്റാച്ച്മെന്റ് വരുമ്പോഴേക്കും പുള്ളി ഭയങ്കരമായിട്ട് ഇതായി പോകും, സ്കാറ്റേർഡായി പോകും. ആ സ്കാറ്ററായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഇമോഷൻ ട്രാവലാണ് ഈ സിനിമ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ പറയാം, നമ്മളൊരു ഒരു വിദേശ രാജ്യത്ത് നമ്മൾ വിസിറ്റിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ലീഫ്ലെറ്റോ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പുതിയൊരാളുടെ വീട്ടിലേക്ക് പോകണം, ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കും അല്ലേ, ഞാൻ ജിജോ, ഹലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സ്വീകരിക്കും. അപ്പം ഒരു സ്വന്തം പിതാവ് ഇപ്പം ഇങ്ങനെ ഹലോ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു സ്വന്തം ഒരു പിതാവ്, ആ പിതാവ് കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തുമ്പം ആ ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം വീട്ടിലെത്തുമ്പം അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും ഇദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കുകയാണ്. നോക്കിയിട്ട് ഇളയ കുട്ടി മൂത്ത കുട്ടിയോട് ചോദിക്കുകയാണ്, നമ്മൾ വീഡിയോ കോളിൽ കാണാറുള്ള ആ ആൾ തന്നെയാണോ ഈ ആൾ ഇത് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ അയാളുടെ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ജെറിയുടെ. അപ്പം മൂത്ത മകൻ തിരിച്ച് ഇളയ കൊണ്ട് പറയാണ്, യെസ് നമ്മൾ കാണുന്ന അതേ ആൾ തന്നെയാണ് ഇത് എന്ന് പറയാണ്. അപ്പോൾ അയാൾക്ക് ഹാപ്പിയായി. അപ്പോഴും അയാളുടെ ഫ്രസ്ട്രേഷൻ ഡബിൾ ചെയ്യുന്ന രീതിയിൽ ഇളയ കുട്ടി ആ അപ്പന് ഷെയ്ക്കാൻ കൊടുക്കുകയാണ്, ഹലോ പപ്പ എന്ന്. അപ്പം മൂത്ത കുട്ടി പറയാണ് വെൽക്കം എന്ന്. അതായത് അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് മാറുകയാണ്. അപ്പം സ്വന്തം വീട്ടിലൊരു പിതാവ് ചെന്നിട്ട് ഒരു സ്ട്രേഞ്ചർ ആകുന്ന അവസ്ഥ. ജെറിയുടെ ആൺമക്കളില് ജെറിയുടെ വൈഫാണ് ക്ലാര. കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ ഐശ്വര്യ? ജെറിയുടെ വൈഫാണ്, ഒരു ടീച്ചറാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. ഇതേമാതിരി തന്നെ ജെറി പെട്ടെന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നപ്പം അത് പക്ഷേ ക്ലാര ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാത്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ആക്ച്വലി മൂവി കണ്ടാൽ മനസ്സിലാവും. ഓ ശരി, റീസൺ. അങ്ങനെ പെണ്ണുങ്ങൾ വെറുതെ ചുമ്മാ അങ്ങനെ കാണിക്കില്ല, പക്ഷേ എന്നാലും ക്ലാരയ്ക്കും കുട്ടികളോടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ. കുട്ടികൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഇതൊക്കെ ഉണ്ട്. അതേമാതിരി ജെറി ഇല്ലാത്ത സമയത്ത് പല വീട്ടിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുവന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ബോൾഡ് ക്യാരക്ടറാണ് ക്ലാര. എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? ജിജോ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സാർ ഒരു ദിവസം എന്നെ വിളിക്കുക ചെയ്തത്. എങ്ങനെ? ഈ ക്ലാര എന്ന് പറഞ്ഞ കഥാപാത്രം എഴുതി കഴിഞ്ഞപ്പം എനിക്കത്, ഞാൻ പറഞ്ഞ പുള്ളിയെ ദേഷ്യപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്തു. കാണുമ്പോൾ ഒരു മച്യൂരിറ്റി ഫീൽ ചെയ്യണം, 2 കുട്ടികളുടെ അമ്മയെന്നുള്ള മച്യൂരിറ്റി ഫീൽ ചെയ്യണം, സോറി ടു സേ. ഓക്കെ, പിന്നെ ഈ ഭ്രമിപ്പിക്കുന്ന ഒരു സൗന്ദര്യമാണ്. കാരണം അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇദ്ദേഹം ജെറി വന്നു കഴിയുമ്പം ഈ ക്ലാരനെ മോഹിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു സൗന്ദര്യം മുഖത്തുണ്ടാവണം. എല്ലാ സ്ത്രീകളും സുന്ദരികൾ തന്നെയാണ്, എന്നാലും അതൊരു, ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയല്ല, അത് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ നോക്കി ഞാൻ 20 പേരെ ലിസ്റ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് അയച്ചെന്ന കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഞാൻ 20 പേരെ ലിസ്റ്റ് ചെയ്തു. അത് പിന്നെ 5 പേരായിട്ട് ചുരുങ്ങി. എന്നിട്ട് അതിൽ നിന്ന് ആദ്യം ഒരാളെ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന് നേരിട്ട് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയാണ്. ഇത് ഹസ്ബൻഡും അമ്മയുണ്ടായിരുന്നു അന്നേരം അവിടെ. അപ്പം ഞാനിങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, ബെല്ലടിച്ചിട്ട് എൻ്റെ ക്ലാര ഇപ്പോൾ വരും. ഞാനിങ്ങനെ ശരിക്കും ഈ വാതിലിൻ്റെയും എൻ്റെ മനസ്സിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും വിമിഷ്ടപ്പെട്ടു. ഒറിജിനൽ ക്ലാരയാണോ വരിക എന്നറിയാൻ വേണ്ടി വന്നു കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. അതെ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഐശ്വര്യം ഭയങ്കര കോൺഫിഡന്റ് ആണ്. മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു അറിയില്ല, സൗന്ദര്യം അല്ല, അത് നല്ല ബോൾഡ് ആയിട്ടുള്ള, ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ബോൾഡ് ആയിട്ടുള്ള ആള് തന്നെയാണ്. അത് പല വർഷം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഒരു തലമുറയുടെ മുഴുവൻ മലയാളികളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മനസ്സ് പിടിച്ചു കുലുക്കിയ ഒരു ക്ലാരയുണ്ട്. മഴ പോലും ഇന്ന് മലയാളികൾക്ക് ക്ലാരയാണ്. അതുപോലെ ഒരു ക്ലാര. ആ ക്ലാരയിൽ നിന്ന് ജിജോ സർ എന്തെങ്കിലും ഇൻസ്പിറേഷൻ എടുത്തിരുന്നോ ഈ ക്ലാരയെ കണ്ടുപിടിക്കാൻ? ക്ലാരയെ സൃഷ്ടിച്ച ആള് എൻ്റെ ഇൻസ്പിറേഷൻ ആണ്. പത്മരാജൻ സാർ എന്ന് പറയുന്നത് എൻ്റെ, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. സിനിമയിൽ ഞാനത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് പത്മരാജൻ സാർ എന്ന് പറഞ്ഞ ഒരു മാനസ ഗുരുവാണ്. അപ്പം ഞാൻ അത് അദ്ദേഹം ചെയ്ത സബ്ജക്റ്റുകൾ പോലത്തെ സബ്ജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനാണ് ഇതും. അദ്ദേഹം ഭരതൻ സാറൊക്കെ പറയാൻ ബാക്കി വെച്ച് പോയ ഒരു സെഗ്മെൻ്റാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അത് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പത്മനാഭ സാറിന് പ്രണാമം കൊടുത്തിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്ലാര എന്ന് പറയുമ്പം അത് വളരെ കറക്റ്റാണ്. എനിക്കും ഞാൻ പലപ്പോഴും ജയകൃഷ്ണനായിട്ടുണ്ട് ക്ലാരയുടെ. അങ്ങനെ ദൂരെ നിന്ന് നമുക്ക് അറിയില്ല.
നമുക്ക് വേറെ രീതിയിലേക്ക് ചർച്ച മാറുകയാണ് കേട്ടോ. എനിക്ക് ഭാര്യയും 2 കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാമല്ലോ. അതെനിക്ക് അറിയാം, എല്ലാ മലയാളികളെയും പോലെ തന്നെ അത് നൊസ്റ്റു തരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഈ കുട്ടികളുടെ പേര്, ജെറിയുടെ പേര് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ എൻ്റെ ലേഡി കഥാപാത്രത്തിന് ബിന്ദു, മഞ്ജു, അല്ലെങ്കിൽ എന്താ പറയുക ലിസി അങ്ങനെ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു പേര് വരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാര എന്ന് പറയുമ്പോൾ അതിനൊരു ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിയും കിട്ടും. പിന്നെ അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ക്യാരക്ടർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെയധികം ഇതുമായിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ശരിക്കും ഞാൻ അതിനകത്താണ്, അതിന് പുറത്തല്ല, ഞാൻ പേപ്പറിനുള്ളിൽ ഇരിക്കുകയാണ്. ആ ഇത്ര GSM ഉള്ള പേപ്പറിനകത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലായി. അത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാത്രി 1 മണി 2 മണിയൊക്കെ ആവും പോകുമ്പോൾ. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം രാത്രി വൈകി പോയി ബെഡ്റൂമിൽ പോയി വൈഫും കുട്ടികളുണ്ട്, ഞാൻ കൂടെ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ബെഡ് കോഫി കടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ചട്ടുക എൻ്റെ നേരെ വരുന്നു, ഇങ്ങനെ താഴേക്ക് വരുന്നു. എൻ്റെ താടി വന്ന് വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ആരാണ് ഈ ക്ലാര എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ക്ലാരയോ? പിന്നെ ചോദിച്ചു, ആരാണ് ഈ ജെറി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സത്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ, ഓക്കെ, അതവിടെ തീർന്നു. പിറ്റേ ദിവസം രാത്രി ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ വീണ്ടും അന്നും 1 മണി 2 മണിയായപ്പോൾ ഞാൻ ഒരു 12 മണിക്ക് ആയിട്ടുണ്ടാവും. ഞാൻ ബെഡ്റൂമിലേക്ക് പോകും. അപ്പം നോക്കുമ്പോൾ ഡോർ അടച്ചിരിക്കുന്നു. അപ്പം ഞാൻ തട്ടി. അപ്പോൾ അപ്പുറത്തൊരു സ്വരം കേൾക്കാം, നിങ്ങളുടെ ക്ലാര ഉറങ്ങിയോ, നിങ്ങളുടെ ജെറി ഉറങ്ങിയോ, എങ്കിൽ മാത്രം അകത്തേക്ക് കയറിയാൽ മതി പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറയാൻ കാണിച്ചാൽ, അല്ല നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ക്ലാര എന്നൊക്കെ വിളിക്കുന്ന കേട്ട്, അതുകൊണ്ട് ജെറിയെന്ന് വിളിക്കാൻ സാധ്യതയില്ല. അപ്പൊ അല്ല, എനിക്കത് വളരെയധികം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് പിടിച്ചു കിടപ്പുണ്ട് ഈ ക്ലാര. എന്താണ് ഇങ്ങനെ ഒരു പ്രമേയം ചൂസ് ചെയ്യാനായിട്ട്? എന്റെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും അനുഭവമാണോ? വളരെ വലിയ വിലയേറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരു ഗുഡ് ക്വസ്റ്റ്യനാണ്. താങ്ക് യു. ഒന്ന്, ഞാൻ കുറച്ച് നാൾ പ്രവാസിയായിരുന്നു. അപ്പൊ എനിക്ക് പ്രവാസികൾ അനുഭവിക്കുന്ന വിഷമം എനിക്കറിയാം. പിന്നെ ഇതൊരു പ്രവാസിയുടെ കഥ എന്ന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ കഥയ്ക്കകത്ത് കുറേ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ പറ്റി കാണിക്കുന്നുണ്ട്. പ്രവാസി മാത്രമല്ല, ഇപ്പം ഞാൻ പറയാം, ദൂരെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വർക്ക് ചെയ്യുന്ന സൈനികർ, മറൈൻ എഞ്ചിനീയേഴ്സ്, ഷിപ്പിൽ പോകുന്നവർ, ചിലപ്പം വീട് തിരുവനന്തപുരത്തായിരിക്കും, ജോലി ചെയ്യുന്ന കാസർഗോഡായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ഈ നാദാപുരത്തുള്ളവരൊക്കെ ഈ ഹോട്ടൽ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നെയ്യാറ്റിൻകരയിലായിരിക്കും ചിലപ്പോൾ ഹോട്ടൽ താമസിക്കുന്ന, ചിലപ്പം വേറെ മറ്റു സ്ഥലത്ത്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 4 മാസം 6 മാസം കൂടുമ്പോഴാണ് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോവുക. അപ്പം അങ്ങനെ ഉള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ വീട്ടിലെത്തുമ്പം നമ്മൾ ഒരു അപരിചിതനാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസസ്, എൻ്റെ ആളുകളുടെ ഞാൻ കണ്ടിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസസ്, ഇതിനകത്ത് ജെറി മാത്രമല്ല, ജെറിയുടെ ഒരു 5 ക്യാരക്ടർ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഈ ഫ്രസ്ട്രേഷൻസ് പലതരത്തിൽ. ആ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു മെൻ്റൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന 5 ഡിഫറെൻറ്റ് തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ ലീഡ് ജെറിയാണെന്ന് മാത്രമേ ഉള്ളൂ. ജെറിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അതുണ്ട് എന്നാണ് ഈ കഥയിലൂടെ പറയാൻ സാധിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു അപരിചിതത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഞാൻ ഇതിനകത്തൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ നമ്മൾ അപരിചിതനാകപ്പെടുന്നു, അങ്ങനെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അപരിചിതനാവാതിരിക്കാൻ ശ്രമിക്കാം എന്നാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഈ മൂവിയുടെ ടീസർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ടീസർ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു കൗതുകരമുള്ള ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. മുഴുവൻ ഉണ്ടായിരുന്നു ആ ടീസറിൽ. ഒരു പേപ്പറിനിടയിൽ ഒരു സൂക്ഷ്മദ്വാരം, അതിൽ കൂടെ 2 വിരലുകൾ, അതെന്തോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് ഡയറക്ടറിനെ അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ചോദിച്ചേക്കാന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്. അത് നമ്മളൊരു സീക്വലായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആ ടീസറിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളൊരു 3 പോസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിൽ ആദ്യം പോസ്റ്റർ വിടുന്നത് 2 കൈകളുടെ ഫിംഗർ ഇങ്ങനെ ടച്ച് ചെയ്യുന്നൊരു ഇതായിരുന്നു. അതിനുശേഷം ഒരു ഹോളി കൂടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന അത് പോയിട്ടാണ് ഈ ടീസറിലേക്ക് വന്നിരിക്കുന്നത്. ഇത് സിനിമയിൽ ഉടനീളം അത് കാണിക്കുന്നുണ്ട്. ആ പേപ്പർ എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്, ഞാൻ മീൻ ചെയ്ത് ആവണമെന്നില്ല ഒരാൾ മീൻ ചെയ്യുന്നത്, അത് ഓരോരുത്തർ അവരുടെ രീതിയിൽ എടുക്കട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രവാസികൾ ഇപ്പോൾ മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ ദൂരെ ജോലി ചെയ്യുന്നവരോ അല്ല അങ്ങനെ ഒരു ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോ വീട്ടിൽ വരാത്തവരായിട്ടുള്ള ഇപ്പോൾ മാത്രമല്ല, ഈ വർഷത്തിലല്ല, അത് വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ്. അപ്പോൾ അന്നും ഈ മൊബൈൽ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത്
അപ്പോൾ നമ്മൾ ബന്ധം സൂക്ഷിച്ചിരുന്നെന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അന്ന് അതൊരു റിയൽ ലവ് ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ദൂരെ ഇരുന്നാലും ഒരു റിയൽ ലവ് അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ആ വീട്ടിലുള്ള ആളുകളും ദൂരെയുള്ള ആളുകളും തമ്മിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ. പക്ഷെ ഇന്ന് ആ കണക്ഷൻ ഇല്ല. ഇന്ന് അതിന് പകരം ഡിജിറ്റൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു നെറ്റ്വർക്കും ഈ നെറ്റ്വർക്കും മാത്രമേ കണക്ഷൻ ആവുന്നുള്ളൂ. മനസ്സുകൾ തമ്മിൽ കണക്ഷൻ ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാരിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിൽ ആ ഒരു പേപ്പർ എന്നുള്ള വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഒരു ഹോളിലൂടെ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആണ് അത് പൂർണ്ണമാകുക, ആ ലവ് പൂർണ്ണമാകുക. നമ്മൾ ക്ലാരനെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് അറിഞ്ഞു. ജെറിയെ എങ്ങനെയാണ് കണ്ടെത്തിയതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ജെറിയെ കണ്ടെത്തിയത് എവിടെ നിന്നോ വന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നു. അതായത് ഞാൻ എപ്പോഴും ഞാൻ സത്യത്തിൽ നമ്മുടെ പൗലോക്കോലയുടെ വീടുകൾ എപ്പോഴും രാവിലെ ഇരുന്നിട്ട് പുച്ഛിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പുച്ഛിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ ആഗ്രഹം ഇന്റൻസ് ആണെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നു, തൊട്ടടുത്തുള്ള പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഒരു ദിവസം ഒരാൾ വരുവാണ്. ജസ്റ്റ് അയാളുടെ സിനിമാ സ്വപ്നങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് ഒരു ആക്ടിങ് എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈ ജെറി ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, ഈ ജെറിയുടെ ഇമോഷൻസ് ഇങ്ങനെയൊക്കെ ആവില്ലേ, ജെറി ഇങ്ങനെ ആയിരിക്കില്ലേ ആ സമയത്ത് പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ സംസാരിച്ച് പിന്നെ നമ്മുടെ ടോക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ ഭയങ്കര ഇൻറ്റൻസ് ആയി. പുള്ളി എന്നെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടത്ത് വരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് വന്നു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു, നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനിടയിൽ ഞാനും ചോദിച്ചു, നിങ്ങൾ സിനിമ ചെയ്യല്ലേ, അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ എന്നെയും കൂടെ പരിഗണിക്കാവോ, ഞാനിങ്ങനെ ഒക്കെ അല്ലേ, എൻ്റെ താല്പര്യം ഇതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് കാണാമോ. ഞാൻ വെച്ചാൽ കാണാം. അപ്പോൾ ചൈത്രത്തിലൊന്ന് വരാമോ. നമ്മൾ ചൈത്രത്തിൽ വരാം. ചൈത്രത്തിൽ ഇപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു എൻ്റെ ജെറിയാവോ എന്ന് ചോദിച്ചു. കാരണം അത്രയും ദിവസം ഞാൻ ജെറിയെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി. കാരണം അതുമാതിരിയുള്ളൊരു ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ളൊരു ക്യാരക്ടർ എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജിജോ നിങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ജിജോയോട് പറഞ്ഞപ്പോൾ ജിജോ പറഞ്ഞില്ല. പിന്നെ പുള്ളി പറയും. ഞാൻ ആക്ച്വലി സിനിമ ഞാൻ പറഞ്ഞില്ല, ജെറിനെ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു നിലവിലുള്ള ആളെ വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് വേറെ പല പ്രശ്നമുണ്ട്, അതിലൊരു ഇതാണ്. അതിനുശേഷം ജെറിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഞാൻ നേരിട്ട് ചോദിക്കായിരുന്നു. പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനെ ജെറി പിടിച്ച് ആവഹിച്ച് കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ സംസാരിക്കുമ്പോൾ പുള്ളി ചില സമയത്ത് ജെറി പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നൊക്കെ കണ്ടു എനിക്ക് എൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെക്ക് ഷർട്ടിൻ്റെ ലവേഴ്സാണ്. രണ്ടുപേരും ചെക്ക് ഷർട്ടാണ് കൂടുതൽ ഇടുക. അപ്പോൾ അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ഞങ്ങൾ തമ്മിലുണ്ട്. ഇത് ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ചോദിച്ചു ജെറി ആകാൻ പറ്റുമോ. അങ്ങനെ ജെറി ആകാൻ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതൊരു സാധാരണ അഭിനേതാവിന് അഭിനയിക്കാൻ പറ്റും, ആർക്കും അഭിനയിക്കാൻ പറ്റും, നിലവിലുള്ളവർക്ക് അഭിനയിക്കാൻ പറ്റും. അത്ര വലിയ ഒരു ഇമോഷൻസ് എല്ലാവർക്കും എടുക്കാനും പറ്റും. പക്ഷേ ഇതൊരു പുതിയ ആൾ ചെയ്യുമ്പോൾ അതിനൊരു രസം ഉണ്ടാകും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സിനിമയിൽ ഇദ്ദേഹം തിയേറ്ററിൽ വന്ന ആളായതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് പരീക്ഷണം ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടെത്തിയതിന് ശേഷം ഈ സിനിമയിൽ ഒരു സീൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബാലു മഹേന്ദ്ര സാറ് കമലഹാസൻ സാറിനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, നിനക്ക് വേണമെങ്കിൽ കസേര വരെ പ്രണയിക്കാം എന്ന് പറഞ്ഞ ഡയലോഗുണ്ട്. അത് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കസേരയെ പ്രണയിക്കാൻ പറ്റുക, അത് ഞാൻ ഇങ്ങനെ കുറേ നാൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നപ്പോൾ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി ഇതിനകത്ത്. അങ്ങനെ ജെറി ഈ സിനിമയിൽ ഒരു കസേരനെ പ്രണയിച്ച് ചുംബിക്കുന്ന സീൻ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു തിയേറ്റർ ആർട്ടിസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അത് ഇദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് പണി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഇദ്ദേഹത്തിൻ്റെ അടിഞ്ഞാട്ടാണ്. പിന്നെ അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ക്ലാരയും കോൺഫിഡൻ്റ് ആണ്, ജെറിയും കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ അത്ര കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത്. ഇത് ആളുകൾ കാണും, ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായിരുന്നു ഐശ്വര്യക്ക് ക്ലാര എന്നുള്ള ഈ കഥാപാത്രം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഞാൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ക്ലാര. കാരണം
ക്ലാര എന്ന് പറയുന്നത് ഇപ്പം ഹസ്ബൻഡ് പുറത്തുള്ളൊരു ലേഡി വൈഫ് എല്ലാം ചെയ്യുന്ന ഒരു വൈഫ്. കാരണം ഞാനത് കണ്ടു വളർന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ പ്രവാസിയായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എനിക്ക് തോന്നി ആ ഒരു ക്യാരക്ടർ. പിന്നെ ബോൾഡ് സ്ട്രോങ് ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു അത്. പിന്നെ അങ്ങനെയാണ് ക്ലാര ഇഷ്ടപ്പെട്ടത്. പിന്നെ സെറ്റിൽ വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ജോളി ആൾക്കാർ, ആർക്കും ഒരു ജാടയില്ല, എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ആ ഒരു സെറ്റ്. അത് വിട്ടു വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവരും വിട്ടു വരുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ക്യാരക്ടർ ആണെങ്കിലും കൂടെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും ഡയറക്ടർ സാറാണെങ്കിലും എല്ലാവരുടെ അടുത്തും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരി, ബാക്കിയുള്ള കാസ്റ്റുകളെ പറ്റി നോബി ചേട്ടനെ ഞാൻ പോസ്റ്ററിൽ കണ്ടായിരുന്നല്ലോ. നോബി ചേട്ടനൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. യെസ് കറക്റ്റ്. നോബി ചേട്ടൻ ഇതിനകത്ത് വളരെ സ്റ്റാർട്ടിങ് വളരെ സീരിയസ് ആയിട്ട് തുടങ്ങും, പക്ഷേ ഇതിൽ മുഴുവൻ കോമഡി സീൻസും പുള്ളിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഇതിനകത്ത് നല്ല ഫണ്ണായിട്ട് വന്നിട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണും മനസ്സിലാവും. കോമഡി പോലത്തെ ക്യാരക്ടർ കോമഡി തന്നെ. സ്റ്റാർട്ടിങ് സീരിയസ് ആയിട്ട് തോന്നും. ജെറിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവർ 1ാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് വരെ ഒന്നിച്ച് പഠിച്ച ഒരു കഥാപാത്രമായിട്ടാണ് നോബി ചേട്ടൻ വരുന്നത്. എൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞു അജിത്ത് കൂത്താട്ടുള്ള അദ്ദേഹം ജെറിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബിജു കലാവേദി, പിന്നെ ശൈലജ പി അമ്പു, അങ്ങനെയുള്ള പിന്നെ നീതു ശിവ, പിന്നെ ഐശ്വര്യ നായർ, അങ്ങനെ അവരുടെ ഒപ്പം തന്നെ 2 കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. കെവിൻ ആൻഡ് ഇവാൻ എന്ന് പറഞ്ഞ 2 ആൺകുട്ടികളും അഭിനയിക്കുന്നുണ്ട്. അവരാണ് ജെറിയുടെ ആൺമക്കളായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. താങ്ക് യു.